ഹായ് ഓൾ, വെൽക്കം ടു കാലണ്ടർ മൺ. ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗായത്രി. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ സ്റ്റോക്കിൽ എപ്പോൾ കൊണ്ടുവന്നാലും എല്ലാവരും ഒരു ഫേവറേറ്റ് ഉള്ള ഒരു പാറ്റേൺ ആണെന്ന് പറഞ്ഞാൽ ജാക്കറ്റ് കുർത്തി വരുന്നത്. ഫ്ലോറലിലും അതുപോലെ തന്നെ സോളിഡ് ഷെയ്ഡ്സിലുള്ള ജോർജറ്റിലും വന്നുള്ള ജാക്കറ്റ് കുർത്തീസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതും 4 ഷെയ്ഡ്സ് ആണ്, നല്ല ഭംഗിയുള്ള 4 ഷെയ്ഡ്സ് ആണ് നമുക്ക് ഈ ഡ്രസ്സ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ഈ ഡാർക്ക് ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. അടുത്ത് വരുന്നത് മെറൂൺ ഷെയ്ഡ്, ഫുൾ ഇന്നർ ഫ്ലോറൽ പ്രിന്റിലും അതുപോലെ തന്നെ ജാക്കറ്റ് വരുന്നത് സോളിഡ് ഷെയ്ഡിലെ ജോർജറ്റാണ് വന്നിട്ടുള്ളത്. അടുത്ത് വരുന്നത് ബ്ലാക്ക് ആണ്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ പർപ്പിൾ ഷെയ്ഡാണ്. നമുക്ക് ഈ ജാക്കറ്റ് ഉള്ളിൽ ഇതുപോലെ സ്ലീവ്ലെസ് ആയിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ഇന്നറാണ് കൊടുത്തിട്ടുള്ളത്. എ ലൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. സ്ലീവ്ലെസ് ആണ്, നല്ല റൗണ്ട് നെക്കിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ജാക്കറ്റ് വരുന്നത് സോളിഡ് ഷെയ്ഡിലുള്ള ജോർജറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു നോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് നമുക്ക് ആ ഒരു കെട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും ആ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ബോട്ടം യൂസ് ചെയ്തിട്ടും വെയർ ചെയ്യാം, അല്ലാതെ വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ അല്ലാതെയും വെയർ ചെയ്യാം. കാരണം ഇന്നർ വരുന്നത് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഇന്നർ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഡ്രസ്സിനെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ 4 രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഒന്ന്, നമ്മൾ ഈ കാണിച്ച പോലെ തന്നെ ജാക്കറ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ജാക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ലീവ്ലെസ് ആണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഒരു ഡ്രസ്സായിട്ട് എ ലൈനായിട്ട് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഇതിന്റെ ഒരു സ്ലീവ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡ്രസ്സ് വരുന്നത്. അപ്പം ഈ ഒരു ഡ്രസ്സിന് ഇന്നറിന് സ്ലീവ്സ് വെച്ചും നിങ്ങൾക്ക് ജാക്കറ്റ് ഇല്ലാതെ നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെ 3 പാറ്റേണിലായി. അടുത്ത് വരുന്നത് നമ്മുടെ ഒരു ജീൻസ് ടോപ്പിന് ഒരു ഷഗ് ആയിട്ട് ഈ ഒരു ലോങ് ലെങ്തിലുള്ള ജാക്കറ്റ് നമുക്ക് യൂസ് ചെയ്തിട്ട് വിടാം. അങ്ങനെ നമുക്കിത് ഒരു 4 പാറ്റേണിൽ തന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതിനുള്ളിൽ ഇതുപോലെ ലൈനിങ് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡ്രസ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സെപ്പറേറ്റ് ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഫ്ലോറലും ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. കംഫർട്ടബിൾ ആയിട്ട് നമുക്കിത് ഈ ഒരു പാറ്റേണിൽ സ്ലീവ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ബോട്ടത്തിൻ്റെ കൂടെയും അല്ലാതെ വെയർ ചെയ്യാം, സ്ലീവ് ചെയ്തിട്ടും ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഒരു പ്രിഫറൻസ് പോലെ നമുക്ക് 4 രീതിയിൽ നമുക്ക് ഈ ഒരു ഡ്രസ്സിനെ തന്നെ സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത ഷെയ്ഡ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സിലാണ്, 4 ഷെയ്ഡ്സാണ് നമുക്ക് ഈ ഒരു ജാക്കറ്റ് കുർത്തി വന്നിട്ടുള്ളത്. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഔട്ടർ പോർഷൻ വരുന്നത് സോളിഡ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ്. ഫ്രണ്ടിലൊരു നോട്ട് കൊടുത്തിട്ട് ടൈ ചെയ്യാൻ പറ്റുന്ന നോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ നെക്ക് വരുന്നത് ബോട്ട് നെക്കാണ്. അതുപോലെ 3/4 സ്ലീവ്സ് ആണ്. ലൈനിങ് ഇൻക്ലൂഡ് ചെയ്യാതെ വന്നിട്ടുള്ള ജാക്കറ്റ് ആണ്. ഇന്നർ പോർഷൻ ലൈനിങ്ങും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് സ്ലീവ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ആ ജാക്കറ്റ് ചെയ്തിട്ടുള്ളത്. ജാക്കറ്റിന്റെ ഫ്രണ്ട് ഇതുപോലെ ടൈ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആ ടൈ യൂസ് ചെയ്തിട്ട് നമുക്ക് വെയർ ചെയ്യാം. ടൈ നോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആ പാറ്റേൺ വരുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് വരുന്നത്. 3/4 സ്ലീവ്സ് ആണ്. ജാക്കറ്റ് ലൈനിങ് ഇല്ലാതെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഇന്നർ പോർഷനിൽ ഫുൾ ലൈനിങ്ങും അതുപോലെ സെപ്പറേറ്റ് സ്ലീവ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്.